നമ്മൾ റോമാലേഖനമാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം 12-ാം അധ്യായമാണ് നമ്മൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ റോമാലേഖനം 12-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞ കാര്യമാണ്. സഹോദരന്മാരെ, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. എന്നാൽ ഈ 11 അധ്യായങ്ങളിൽ ദൈവം നമ്മളോട് കാണിച്ച മനസ്സലിവ് എത്രത്തോളം ഭയങ്കരമാണ്, എത്രത്തോളം വലുതാണ് എന്നുള്ള സത്യത്തെ അപ്പോസ്തലനായ പൗലോസ് ദൈവവചനത്തിൽ കൂടെ നമ്മളോട് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിച്ചിട്ട് തെളിയിച്ച് തന്നിട്ട് ആ കാര്യങ്ങളെല്ലാം കൂടെ ക്രോഡീകരിച്ചുകൊണ്ട് ആണ് 12-ാം അധ്യായം തുടങ്ങുന്നത്. ദൈവത്തിന്റെ മനസ്സലിവ് എത്ര ഭയങ്കരമാണ്, നമ്മളോട് കാണിച്ച ദൈവത്തിന്റെ സ്നേഹവും കരുണയും മനസ്സലിവും. സ്വന്തം ജനമായിരുന്ന ഇസ്രായേലിനെ ഒരു പെൻഡിങ്ങില് നിർത്തുന്ന പോലെ നിർത്തിയിട്ട് ആ സമയത്ത് നമ്മളെ ദൈവം തൻ്റെ ദൈവജനമായി മക്കളായി തിരഞ്ഞെടുത്ത, അതിനുവേണ്ടി ദൈവം ചെയ്ത കാര്യം, ഇസ്രായേലിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യം, ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം താൻ പറയുന്നു, ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ചാണ് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്. അതിന്റെ 12-ാം അധ്യായത്തിന്റെ 12-13 വാക്യങ്ങൾ പോലാണ് നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ടത്. ഈ 12-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം മുതൽ കുറേ നിബന്ധനകളാണ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട നിബന്ധനകൾ. നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ള സത്യമാണ്. നാം രക്ഷിക്കപ്പെട്ടു എന്നത് നമ്മുടെ പാപത്തിന്റെ ശമ്പളമായ മരണം എന്ന ആ ശിക്ഷയിൽ നിന്ന്, ആ ശിക്ഷാവിധിയിൽ നിന്ന് യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ നാം നീതീകരിക്കപ്പെട്ടു. അങ്ങനെ ആ ശിക്ഷയിൽ നിന്ന് നാം ഒഴിവുള്ളവരായി തീർന്നു. അതിനെയാണ് നാം പ്രത്യക്ഷത്തിൽ രക്ഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളൊരാളോട് നിങ്ങൾ രക്ഷിക്കപ്പെട്ടതാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മൾ ആ ചോദ്യത്തിൽ അത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവത്തിന്റെ നിത്യമായ ശിക്ഷാവിൽ നിങ്ങൾ ഒഴിവുള്ളവരായി തീർന്നോ എന്നുള്ളത്. നമ്മുടെ ആൻസറും അങ്ങനെ ആയി തീർന്നു അല്ലെങ്കിൽ ഇല്ല എന്നുള്ളതായിരിക്കും നമ്മുടെ ഉത്തരവും. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട ആളുകൾ രക്ഷിക്കപ്പെട്ടു എന്നത് അതിൽ തന്നെ നിൽക്കാതെ, രക്ഷിക്കപ്പെട്ടത് എന്തിനു വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതും നീതീകരിച്ചതും ഒക്കെ എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയവും മനസ്സും നമ്മുടെ ചിന്തകളും ദൈവവചനത്തിലേക്ക് പരതുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അതിനേക്കാളെല്ലാം ബൃഹത്തായ ഒരു വലിയ കാര്യത്തിന് വേണ്ടിയാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതും ദൈവം നമ്മളെ നീതീകരിച്ചിരിക്കുന്നതും. അപ്പൊ ആ കാര്യത്തെ കുറിച്ചുള്ള വിവരണമാണ് 3-ാം വാക്യം 12-ാം അധ്യായത്തിൽ 3-ാം വാക്യം വരെ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു. അതിനുശേഷം 12-ാം വാക്യം പോലാണ് നമ്മൾ ചിന്തിക്കാൻ ഉള്ളത്. ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ആശയിൽ സന്തോഷിപ്പീൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. ആശയിൽ സന്തോഷിപ്പീൻ. അപ്പോ ആശയിൽ സന്തോഷിക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ആശിക്കുന്നുണ്ട്, പക്ഷെ ആ ആശിക്കുന്ന കാര്യത്തിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്. എന്നാൽ ആ ആശിക്കുന്ന കാര്യത്തിലേക്ക് എത്തുന്നത് അത്ര സന്തോഷമുള്ള കാര്യമല്ല. ഉദാഹരണത്തിന്, അല്ലെങ്കിൽ ദൈവവചനത്തിൽ നമുക്കൊരു കാര്യം ഇങ്ങനെ അപ്പോസ്തലൻ പൗലോസ് തീമോഥെയോസിനോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ: ഉഴുതുന്നവൻ കൂലി കിട്ടും എന്നുള്ള ആശയോടെ ഉഴുകയും മെതിക്കുന്നവൻ പദം കിട്ടും എന്നുള്ള ആശയോടെ മെതിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മെതിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിന് നല്ല വേദനയൊക്കെ എടുക്കും. മെതിക്കുക എന്ന് പറഞ്ഞാൽ കറ്റ മെതിക്കുന്ന കാര്യത്തെ കുറിച്ച് അവിടെ പറയുന്നത്. അപ്പോൾ ഈ മെതിക്കുമ്പോൾ നമ്മുടെ കാലുകൊണ്ടാണ് നമ്മൾ മെതിക്കുന്നതെങ്കിൽ, പണ്ടൊക്കെ ഈ ഒരു നെല്ലിന്റെ കറ്റയൊക്കെ ആളുകൾ ഇങ്ങനെ കാലുകൊണ്ട് ചവിട്ടി ഇങ്ങനെ മെതിക്കുമായിരുന്നു. ആ സമയത്ത് മെതിക്കുന്ന സമയത്ത് ഈ മെതിക്കുന്ന ആളിന് അത്ര സുഖമൊന്നുമല്ല. ആ നെല്ലിന്റെ അല്ലെ ഗോതമ്പിന്റെ എന്തിനേയും മണി ഇങ്ങനെ അതിന്റെ മോന ഇങ്ങനെ കാലെ കുത്തും, വേദനിക്കും, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ മെതിക്കുമ്പോൾ അവന്റെ ആ ആശ എന്ന് പറയുന്നത്, എനിക്ക് കുറെ ഇങ്ങനെ മെതിച്ച് കഴിയുമ്പോൾ, എനിക്ക് അളന്ന് കഴിയുമ്പോൾ എനിക്ക് പദം കിട്ടുമല്ലോ എന്ന് വെച്ചാൽ 10-ൽ 1 അല്ലെ 6-ൽ 1 10 പറ ഇവൻ മെതിച്ചാല് ഒരു പറ ഇവനുള്ളതാണ് അതിനാണ് പദം എന്ന് പറയുന്നത്, പദം കിട്ടുക. അതുപോലെ തന്നെ കൊയ്യുന്നവനും അതുപോലെ തന്നെ അവന് കൂലി കിട്ടും. അപ്പൊ ഈ കൊയ്യുക എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പോഴത്തെ കാലാവസ്ഥ, നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ഭയങ്കര, പകൽ സമയത്ത് ഭയങ്കര ചൂട്, ഭയങ്കര പ്രയാസമാണ്. എന്തോ അല്ലെ, സർക്കാർ പോലും
ഈ വെയിൽ കൊള്ളരുതെന്നൊക്കെ നിബന്ധനകൾ പറഞ്ഞിട്ടുണ്ട്, ഓർഡർ ഇട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വെയിലും കൊണ്ട് ഇങ്ങനെ കൊയ്യുമ്പം അത് അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. മേലെല്ലാം വേർത്ത് കുളിച്ചാകെ ചൂടും ആവിയൊക്കെ ആയിട്ട് അത് അത്ര സുഖമല്ല. ആ പ്രവൃത്തി അത്ര സുഖമല്ല. പക്ഷെ അവൻ ആശ്വാസം കൊടുക്കുന്ന കാര്യം, അവൻ്റെ ഒരു ആശ ഉണ്ട്. ആശ എന്ന് പറഞ്ഞ വൈകോളം ഇങ്ങനെ വൈകുന്നേരം വരെ ഇങ്ങനെ ഞാൻ ഈ നെല്ല് അല്ലെ ഗോതമ്പ് കൊയ്ത് കഴിഞ്ഞാൽ എനിക്കൊരു കൂലി കിട്ടുമല്ലോ. ആ കൂലിയെ ലക്ഷ്യമാക്കിയാണ് ഇവന്റെ വേദനകൾ ഇവൻ മറന്നു പോകുന്നത്. അപ്പൊ ആശ എന്ന് പറയുന്ന ആ കൂലിയാണ് എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഈ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കടന്നു പോകുന്ന വേദനാജനകമായ വഴികളിൽ കൂടെ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ആശ എന്ന് പറയുന്നത് കൈവശം വരാത്ത ഒരു ആശ നമുക്കുണ്ട്. ആ ആശ എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു താമസം വിനാ പ്രത്യക്ഷമാകും. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നമ്മളുടെ ഈ വേദനകളും ദുഃഖങ്ങളും എല്ലാം മാറി കഷ്ടതകളില്ലാത്ത, വേദനകളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, നെടുവീർപ്പില്ലാത്ത ഒരു അവസ്ഥ ദൈവം നമുക്ക് തരും എന്നുള്ളതാണ് നമ്മുടെ ഈ ലോക ജീവിതത്തിലെ കഷ്ടതയിൽ നമ്മൾ സഹിഷ്ണുത കാണിക്കാനും കഷ്ടതയിൽ ആശ വെക്കാനുള്ള കാരണം. 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ആശയിൽ സന്തോഷിപ്പീൻ. 13 പറഞ്ഞിരിക്കുന്നത് കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. കഷ്ടതയുള്ള ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. വളരെ എല്ലാ വിധത്തിലുമായ ഞെരുക്കങ്ങളും കഷ്ടതകളും ഉള്ള ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. യേശു കർത്താവ് തന്നെ പറയുകയുണ്ടായി, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ട്, എങ്കിലും ധൈര്യപ്പെടുകയും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. എന്നാൽ ഇന്നത്തെ ആധുനിക കാലത്തെ വ്യാജന്മാരായിരിക്കുന്ന സുവിശേഷകരെന്ന് പറയുന്ന വ്യാജ സുവിശേഷം പ്രസംഗിക്കുന്നവർ പറയുന്നത് യേശുവിനെ രക്ഷിതമായി സ്വീകരിച്ചാൽ പിന്നെ ഒരു കഷ്ടവും ഇല്ലെന്നാ. പക്ഷെ യേശു പറഞ്ഞത് കഷ്ടമുണ്ടെന്നാ. പക്ഷെ ഇവർ പറയുന്നത് ഒരു കഷ്ടവും ഇല്ലെന്നാ. അത് വ്യാജമാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നു, 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പിൽ. ഇന്നത്തെ ആധുനിക പ്രസംഗം പോലെ ആണെങ്കിൽ ഈ വാക്ക് ഈ ബൈബിളിൽ എഴുതേണ്ട ആവശ്യം പോലും ഇല്ല. പൗലോസ് ഈ കാര്യം പറയാൻ പാടില്ല, കാരണം കഷ്ടത ഇല്ലല്ലോ. അങ്ങനല്ല. യഥാർത്ഥമായ ക്രിസ്ത്യൻ ജീവിതം ഒരു കഷ്ടതയുടെ വഴിയാണ്. യേശു ഒരുക്കി വെച്ചിരിക്കുന്നതും യേശു പോയതുമായ, നമുക്ക് മുൻപിൽ മാതൃകയായി വെച്ചേച്ച് പോയിരിക്കുന്ന വഴി എന്ന് പറയുന്നത് ഇടുക്കമുള്ളതും ഞെരുക്കമുള്ളതും കഷ്ടതയുള്ളതുമായ ആ വഴിയാണ്. അവിടെ പക്ഷെ കഷ്ടതയിൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞിരിക്കും, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുകയും. പിന്നെ ഏറ്റവും നല്ല ഉദാഹരണം ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്നത് യോബിന്റെ ജീവിതമാണ്. യോബിന്റെ ജീവിതത്തെക്കുറിച്ച്, യോബിന്റെ കഷ്ടതയല്ല, യോബിന്റെ സഹിഷ്ണുതയാണ് യാക്കോബ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. യോബിന്റെ സഹിഷ്ണുത നാം കണ്ടും ദൈവം അവന് വരുത്തിയ അവസാനം കേട്ടുമിരിക്കുന്നു. അപ്പോ ഈ കഷ്ടത എന്ന് പറയുന്നത്, ആ കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കണം. കഷ്ടതയിൽ തളർന്നു പോകുന്നവരുണ്ട്, കഷ്ടത വേണ്ടാന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. ആ കഷ്ടത സഹിക്കുക എന്ന് പറഞ്ഞാൽ സഹിഷ്ണുത ഉണ്ടെങ്കിൽ മാത്രമേ അത് കഷ്ടതയിൽ കൂടെ നമുക്ക് നിലനിൽക്കാൻ പറ്റുള്ളൂ. കഷ്ടങ്ങളിലൂടെ കടന്നു പോകുക എന്നുള്ളതല്ല ക്രിസ്ത്യ ജീവിതം. കഷ്ടത അനുഭവിക്കുക എന്നുള്ളതാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുക എന്നുള്ളത് ഒരു കാര്യം, കഷ്ടത അനുഭവിക്കുക എന്നുള്ളത് വേറൊരു കാര്യം. ഇപ്പൊ ചന്ദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 പേര് ആ തീച്ചൂളയിൽ കൂടെ അവർ കടന്നു പോവുകയല്ല ചെയ്തത്. തീച്ചൂളയിൽ കടന്നു പോകാന്ന് പറഞ്ഞാൽ അവരെ ഇപ്പുറത്ത് കൊണ്ട് തീച്ചൂളയിൽ ഇട്ടു, അവർ നേരെ അപ്പുറത്തേക്ക് അങ്ങ് ഓടിപ്പോയി. അത് കഷ്ടതയിലൂടെ കടന്നു പോകുമായിരുന്നു. ഇന്ന് അങ്ങനല്ല. അവർ ആ തീച്ചൂളയിൽ നിന്ന് പുറത്തു പോയില്ല. ആ തീച്ചൂളയിൽ തന്നെ എത്രത്തോളം സമയം അവര് അവിടെ നിൽക്കണമായിരുന്നു, അത്രത്തോളം ദൈവത്തിന്റെ താല്പര്യപ്രകാരം ആ സമയം വരെ ആ തീച്ചൂളയിൽ തന്നെയായിരുന്നു. അത് രക്ഷപ്പെടാനുള്ള യാതൊരു ശ്രമങ്ങളും അവർ നടത്തിയുമില്ല. എന്നാൽ ദൈവം അവരെ അതിന് രക്ഷിച്ചു. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടാൻ അത് ഇടയാക്കുകയും ചെയ്തു. അപ്പോൾ എന്ന് പറഞ്ഞ് അത് കഷ്ടതയിൽ കൂടെ കടന്നു പോകുകയല്ല, കഷ്ടത അനുഭവിക്കുകയായിരുന്നു. ഇപ്പൊ നമ്മളും കഷ്ടത അനുഭവിക്കുമ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. അത് സഹിഷ്ണുത കാണിക്കാനുള്ള പ്രാപ്തി ആ കഷ്ടതയിൽ നാം ആയിരിക്കുന്ന സമയത്ത് ആ കഷ്ടതയുടെ വലിപ്പം എത്രത്തോളം ഉണ്ടോ, ആ കഷ്ടത എത്രത്തോളം വലിയ കഷ്ടതയാണോ, അതിനുള്ള പ്രാപ്തി നമ്മൾ വിശ്വസ്തരാണെങ്കിൽ ദൈവം നമുക്ക് അതിനുള്ള പ്രാപ്തി തരും. എല്ലാ കഷ്ടതയിലും ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവകരം ഉണ്ട്. ഏത് കഷ്ടങ്ങളിലും. അപ്പോസ്തലനായ പൗലോസ് അത് പറഞ്ഞിട്ടുണ്ടല്ലോ,
ഏത് കഷ്ടത്തിലുള്ളവരെയും ഞങ്ങൾ ആശ്വസിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ എല്ലാ കഷ്ടങ്ങളിലും ദൈവം ഞങ്ങളെ ആശ്വസിപ്പിക്കുന്നു. അപ്പൊ ദൈവത്താലുള്ള ഒരു ആശ്വാസം എല്ലാ കഷ്ടതകളിലും എല്ലാ ദൈവമക്കൾക്കും അത് ലഭ്യമായ കാര്യമാണ്. അങ്ങനെ അത് ലഭ്യമായിരിക്കുന്നത് കൊണ്ട് ദൈവം നമ്മളെ ആശ്വസിപ്പിക്കുന്നത് കൊണ്ട് നമുക്ക് കഴിയുന്ന ഒരു കാര്യം, അതേ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുന്നവരെ, ആ കഷ്ടത അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ നമുക്കും കഴിയും. നമുക്ക് കഴിയണമെങ്കിൽ ഈ കഷ്ടത അനുഭവിച്ചവരായിരിക്കണം. നമ്മൾ ഈ കഷ്ടത അനുഭവിച്ചെങ്കിൽ മാത്രമേ അതേ കഷ്ടത്തിലുള്ള വേറൊരാളെ ആശ്വസിപ്പിക്കാൻ നമുക്ക് കഴിയുള്ളൂ. നമ്മൾ അങ്ങനെ ദൈവത്തിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുകയും അങ്ങനെയുള്ള കഷ്ടതയിലായിരിക്കുന്നവരെ, കഷ്ടത അനുഭവിക്കുന്നവരെ നമ്മൾ ദൈവത്താൽ നമുക്ക് ലഭിച്ച അതേ ആശ്വാസത്താൽ ദൈവം അവരെ ആശ്വസിപ്പിക്കേണ്ടതിന് നമ്മൾ അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണം എന്ന് ദൈവത്തിന്റെ താല്പര്യമുണ്ട്. അപ്പൊ കഷ്ടതയിൽ നമ്മൾ സഹിഷ്ണുത കാണിക്കണം. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുക. 11-ാം വാക്യം അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. കഷ്ടതയിൽ സഹിഷ്ണുത കാണിപ്പീൻ. പിന്നെ പറഞ്ഞ് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക. പ്രാർത്ഥന നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കുറവായിരിക്കുന്ന ഒരു കാര്യം പ്രാർത്ഥനയായിരിക്കും. പ്രാർത്ഥന നമ്മൾ ഒരു നാമധേയമായ പ്രാർത്ഥനകൾ ആയിരിക്കാം ഒരു പക്ഷേ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. ആണോ അല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതല്ല എല്ലാ സമയത്തും ഹൃദയത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ഇല്ല എന്നല്ല, എന്നാൽ ദുർലഭമായിരിക്കും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളൊക്കെ രാവിലെയും വൈകിട്ടൊക്കെ പ്രാർത്ഥിക്കുന്നത്, കുടുംബ പ്രാർത്ഥനയുണ്ട്, രാവിലെ ഉണ്ട്, വൈകുന്നേരം ഉണ്ട്. അല്ലെങ്കിൽ വേർപെട്ട ഗ്രൂപ്പുകൾ എന്ന് പറയുന്ന അവകാശപ്പെടുന്നവർ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയുണ്ട്, ഞായറാഴ്ച സൺഡേ മീറ്റിംഗ് ഒരു പ്രാർത്ഥനയുണ്ട്. ഇങ്ങനെയൊക്കെ ചില പ്രാർത്ഥന ദിവസങ്ങളും സമയങ്ങളും ഉണ്ടെന്നല്ലാതെ ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവരുടെ ഹൃദയം ആ പ്രാർത്ഥനയിൽ തന്നെ ഉറ്റിരിക്കുന്ന ഒരു രീതി ഉണ്ടാകാൻ വളരെ പ്രയാസമാണ്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ. അടുത്ത് പറഞ്ഞ വിശ്വാസത്തിൽ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുകയും അതിസൽക്കാരം ആചരിക്കുകയും ചെയ്യും. വിശുദ്ധന്മാരുടെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കണം. പെട്ടെന്ന് നമുക്ക് ചിന്ത വരുന്നത് കാശ് കൊടുക്കുന്ന കാര്യമാണ്. അത് ഇല്ലാന്നല്ല. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കാശ് കിട്ടുക എന്നുള്ളത് മാത്രമല്ല. എന്നാൽ ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിലും. അല്ലെങ്കിൽ വിശുദ്ധന്മാരെന്ന് തങ്ങളെ തന്നെ പരിചയപ്പെടുത്തുകയും വിശ്വാസികൾ വിശുദ്ധന്മാർ എന്ന് സംബോധന ചെയ്യുകയും ചെയ്യുന്ന കേരളത്തിലും മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വളരെ വേരോട്ടം ലഭിച്ച ഒരു പെന്തക്കോസ്റ്റൽ പ്രസ്ഥാനമുണ്ട്. അവരെ തന്നെ പരിചയപ്പെടുന്ന വിശുദ്ധന്മാരെന്നാണ്. വിശ്വാസികൾ അവരെ വിശുദ്ധന്മാരെന്നാണ് വിളിക്കുന്നത്. അപ്പോ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച്, അങ്ങനെയുള്ളവരെ സംബന്ധിച്ച്, പലരെ സംബന്ധിച്ച് കാശ് കിട്ടുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ ഉദ്ദേശം, ലക്ഷ്യം എന്ന് തെറ്റായി വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കാശിന്റെ ആവശ്യം മാത്രമൊന്നുമല്ല. ഇപ്പോ അപ്പോസ്തലനായ പൗലോസ് റോമയിലെ ഒരു തടവുകാരനായി ചെന്ന സമയത്ത് 2 തീമോത്തിയിലെ ഒരു വാക്യം ഞാൻ വായിക്കുന്നു. തീമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിന്റെ 16-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോരസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എൻ്റെ ചങ്ങലയെക്കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ നിന്ന് കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോസ്തലനായ പൗലോസ് ഞാൻ കൈസറെ അഭയം ചൊല്ലുന്നു എന്ന് പറഞ്ഞ ആ കാരണത്താൽ റോമയിലെ കൈസറിന്റെ അടുത്തേക്ക് പോകേണ്ടി വന്നു. ഒരു കുറ്റവാളിയായിട്ടാണ് പോകുന്നത്. ചങ്ങല ധരിച്ചിട്ടാണ് പോകുന്നത്.
അന്നൊക്കെ ഈ ഈ തടവുകാര് അല്ലെങ്കിൽ അക്യൂസ്ഡ് പേഴ്സൺ, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തി തടവുകാരനായി പിടിക്കപ്പെട്ട് ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കാൻ വേണ്ടി യേസ് ഓർ നോ, കുറ്റം ചെയ്തോ ഇല്ലയോ തെളിയിക്കാതിരിക്കാനോ സാധ്യതയുള്ളത് കൊണ്ട് അതുവരെ ഇവനെ രക്ഷപ്പെട്ട് ഓടിപ്പോകാതിരിക്കാൻ വേണ്ടി വലിയ വെയിറ്റ് ഉള്ള ചങ്ങല ഇവന്റെ കാലയിൽ ഇടുമായിരുന്നു. കാരണം ഒരു കാലയിൽ ഇങ്ങനെ വെയിറ്റ് ഉള്ള ചങ്ങല ഇട്ടാല് ഒരു 10 കിലോ ഉണ്ടോ സങ്കല്പിക്കുക. ഒരു ചങ്ങല, ഒരു കാലിന് 10 കിലോ ചങ്ങല ഇട്ടിട്ടുണ്ട്. അങ്ങനെ ആണെങ്കിൽ ഇവൻ ഓടിപ്പോകാൻ പറ്റത്തില്ല. ഇവൻ നടന്നു പോകാൻ പോലും പ്രയാസമാണ്. ഇവൻ ഓടുന്ന കാര്യം ചിന്തിക്കേ വേണ്ട. ഇതുണ്ടെന്നുള്ളൊരു തെളിവ് നമുക്ക് ഈ പൗലോസും ശീലാസും കാരാഗ്രഹത്തിലായിരുന്നു. അവരെ ആമത്തിലിട്ട് പൂട്ടി. അർദ്ധരാത്രിക്ക് അവർ പ്രാർത്ഥിച്ചു, പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും ചങ്ങല അഴിഞ്ഞു പോയി. അപ്പൊ ഈ കാരാഗ്രഹ പ്രമാണി വിചാരിച്ച് ചങ്ങല അഴിഞ്ഞു പോയതുകൊണ്ട് ഇനിയിപ്പോ ഓടിപ്പോകാൻ എല്ലാവർക്കും സൗകര്യമുണ്ട്. കാരണം കാല ചങ്ങലയൊന്നുമില്ല. അപ്പോ അവിടെ താൻ വിചാരിച്ചത്, കാരാഗ്രഹ പ്രമാണി വിചാരിച്ചത്, ഈ തടവുകാർ എല്ലാവരും ഓടി രക്ഷപ്പെട്ടിരിക്കുമെന്നാണ് താൻ വിചാരിച്ചത്. ഇപ്പോ ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഇങ്ങനെ ഒരു ചങ്ങല ധരിച്ചുകൊണ്ട് പൗലോസ് റോമയിലെത്തിയപ്പോ അങ്ങനെ ചങ്ങല ധരിച്ചുകൊണ്ട് റോമയിലെത്തിയ പൗലോസിന് കാശല്ലായിരുന്നു വേണ്ടിയത്. കാരണം അങ്ങനെ ഒരു എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് ഒരു കുറ്റവാളിയെ പോലെ പൗലോസ് അങ്ങനെ മറ്റുള്ളവരാൽ ട്രീറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് പൗലോസിന് വേണ്ടത്, പൗലോസിനെ പക്ഷം ചേർത്ത് പിടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു നല്ല വാക്ക് പറയാൻ, നല്ല രീതിയിൽ പൗലോസിനെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, സാന്ത്വനിപ്പിക്കാൻ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അതാണ് ആ സമയത്ത് ആവശ്യം. ഇപ്പൊ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും കാശിന്റെ ആവശ്യമല്ല, ഇങ്ങനെയുള്ള ആവശ്യങ്ങളും ഉണ്ട്. നമ്മൾ പഴയ നിയമത്തില് ദാവീദിനെ ജീവന തുല്യം സ്നേഹിച്ച ശൗലിന്റെ മകനായ യോനാഥാന്റെ ചരിത്രം നമുക്കറിയാം. അവിടെ യോനാഥാൻ ദാവീദിനോടുള്ള ശൗലിന്റെ ഹൃദയത്തിന്റെ താല്പര്യം മനസ്സിലാക്കി ദാവീദിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി രണ്ടുപേരും കൂടെ വയലിലേക്ക് പോകുന്നതും ഒരു അമ്പ എയ്യുന്നതും, അവിടുന്ന് ആ അമ്പ എയ്തത് മുഖാന്തരം ശൗലിന് ദാവീദിനെ കുറിച്ചുള്ള താല്പര്യം എന്താണ് എന്ന് വാക്കും ഭാഷണവും കൂടാതെ ഈ യോനാഥാൻ ദാവീദിനെ അറിയിച്ചു. അവിടെ കാശല്ല വേണ്ടത്, കാശല്ലായിരുന്നു യോനാഥാൻ ദാവീദിന് കൊടുത്തത്. നേരെ മറിച്ച് തൻ്റെ പ്രാണനെ രക്ഷപ്പെടുത്താൻ വേണ്ടി എന്താണോ ചെയ്യേണ്ടത് അത് ചെയ്യുകയായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുന്നവരായിരിക്കണം. ഇത് മാത്രമല്ല, അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്തിനാ പ്രാർത്ഥിക്കുന്നത്? ഞങ്ങള് സുവിശേഷം അറിയിക്കുമ്പോൾ, ദൈവവചനം മറ്റുള്ളവരോട് പ്രസംഗിക്കുമ്പോൾ അത് വേണ്ട വിധത്തിൽ പ്രസംഗിക്കപ്പെടുന്നതിന് വേണ്ടി ഞങ്ങൾ വായ തുറക്കുമ്പോൾ ദൈവത്തിന്റെ വചനം ഞങ്ങളുടെ വായിൽ ദൈവം തരേണ്ടതിന് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവിടെ നമ്മൾ കാണുന്ന കാശൊന്നുമല്ല. ഇപ്പൊ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ കാശിന്റെ ആവശ്യം മാത്രമൊന്നുമല്ല. കാശിന്റെ ആവശ്യം വിശുദ്ധന്മാർക്കുണ്ട്. എന്നാൽ വിശുദ്ധന്മാർക്ക് കാശിന്റെ ആവശ്യം മാത്രമൊന്നുമല്ല ഉള്ളത്, പല ആവശ്യങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള എല്ലാ ആവശ്യങ്ങളിലും നമ്മൾ കൂട്ടായ്മ കാണിക്കുന്നവരായിരിക്കണം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആരാ വിശുദ്ധന്മാര്? വിശുദ്ധന്മാരെന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട എല്ലാവരും വിശുദ്ധന്മാരാണ് എന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. അപ്പൊ നാം അങ്ങനെ ആണെങ്കിൽ വിശുദ്ധന്മാരുടെ ആവശ്യങ്ങൾ കൂട്ടായ്മ കാണിക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധന്മാര് എന്ന് പറയുന്ന ഒരു ഗണം പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട് ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട് ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ഏവരും വിശുദ്ധര് തന്നെയാണ്. അപ്പോ അങ്ങനെയാണെങ്കിൽ എനിക്കും ഞാൻ നിങ്ങൾക്കുമാണ് കടപ്പാടുള്ളത്. എനിക്ക് നിങ്ങളോടും നിങ്ങൾക്ക് എന്നോടും. വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക എന്ന് പറഞ്ഞാൽ നാം പരസ്പരം കൂട്ടായ്മ കാണിക്കേണ്ടതാണ്. അതൊരു പക്ഷേ ഒരു ഗ്ലാസ് തണുത്ത വെള്ളമായിരിക്കും. യേശു കർത്താവ് പറയുണ്ടായല്ലോ, ഒരു ഗ്ലാസ് തണുത്ത വെള്ളം ഒരുത്തിന് കൊടുത്താൽ, ഒരു പ്രവാചകൻ എന്ന് വിചാരിച്ച് ഒരു തണുത്ത വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം ഒരുത്തിന് കൊടുത്താൽ നിങ്ങൾക്ക് പ്രതിഫലം കിട്ടാൻ പോകത്തില്ല. അപ്പൊ അവിടെ
വെള്ളത്തിന് ദാഹിക്കുന്ന ഒരു മനുഷ്യൻ, അവന് കിട്ടേണ്ടത് കാശല്ല, അവന് കിട്ടേണ്ടത് വെള്ളമാണ്. അപ്പൊ എന്താണോ വിശുദ്ധന്മാരുടെ ആവശ്യം എന്താണ് എന്ന് നാം മനസ്സിലാക്കി, അല്ലെങ്കിൽ മറ്റു സഹോദരന്മാരുടെ ആവശ്യം എന്താണെന്ന് നാം മനസ്സിലാക്കി അത് ചെയ്യുന്നതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശുദ്ധന്മാരുടെ ആവശ്യങ്ങളിൽ കൂട്ടായ്മ കാണിക്കുക. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, അടുത്ത വാക്യത്തില് പറഞ്ഞിരിക്കുന്നത് കൂട്ടായ്മ കാണിക്കുക, അതിഥി സൽക്കാരം ആചരിക്കുകയും ചെയ്യും. അതിഥി സൽക്കാരം ആചരിക്കണമെന്നുള്ളത് ഒരു ദൈവപ്രമാണമാണ്. അതിഥി സൽക്കാരം ആചരിക്കണം എന്നുള്ളത്. നമ്മുടെ വീട്ടിൽ, നമ്മുടെ ഭവനത്തിൽ ഒരാൾ വരുമ്പോൾ ആ ആളെ വേണ്ട വിധത്തിൽ ഉപചരിച്ച് ഒരു ആതിഥ്യ മര്യാദയോടെ കൂടി ആ സഹോദരനെ അല്ലെ സഹോദരിയെ സ്വീകരിച്ചിട്ട് അവർക്ക് ആ സമയത്ത് വേണ്ട ഭക്ഷണ പാനീയങ്ങൾ കൊടുക്കുന്നത് ഇവിടെ അതിഥി സൽക്കാരം എന്നുള്ള ആ കാര്യത്തിൽ വരുന്നതാണ്. അപ്പോ അത് ചെയ്യണമെന്ന് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നു. മറ്റൊരിടത്തും ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അങ്ങനെ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാരുടെ ഇസ്രായേലിയരുടെ പിതാവായിരിക്കുന്ന അബ്രഹാം ചെയ്ത കാര്യത്തെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നതെന്ന് ഞാൻ 100% വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ അവർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിസൽക്കാരം മറക്കരുത്, അതിസൽക്കാരം ആചരിക്കണമെന്ന്, അതിസൽക്കാരം മറക്കരുതെന്ന് എബ്രായത്തിൽ എഴുതിയിരിക്കുന്നു. അപ്പൊ അതിസൽക്കാരം നാം ആചരിക്കുന്നവരായിരിക്കണം. ഒരു മനുഷ്യൻ നമ്മുടെ വീട്ടിൽ കയറി വരുമ്പോൾ, പ്രത്യേകിച്ച് ഒരു സഹോദരനോ സഹോദരി ആണെങ്കിൽ തീർച്ചയായും അതിസൽക്കാരം ആചരിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതിസൽക്കാരം ആചരിക്കുകയും ചെയ്യുകയും എന്നിട്ട് ആചരിക്കുകയും ചെയ്യുകയും. അടുത്ത എഴുതിയിരിക്കുന്നു, നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിക്കുക. നമ്മുടെ കർത്താവ് രക്ഷിതാവുമായ യേശു കർത്താവിന്റെ ഈ കാര്യം പറഞ്ഞു, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ അനുഗ്രഹിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഗ്രഹം എന്തുകൊണ്ടാണ് നമ്മൾ അനുഗ്രഹിക്കേണ്ടത്? നമ്മൾ അനുഗ്രഹിക്കേണ്ടതിന്റെ കാരണം ദൈവത്തിന് പകരം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരാണ്, അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നമ്മൾ ശാപത്തേക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരല്ല, അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നാം അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. അങ്ങനെ അനുഗ്രഹം അനുഭവിക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരായിരിക്കുന്നത് കൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കണം. നിങ്ങളെ ആരെ അനുഗ്രഹിക്കണ്ടേ? നിങ്ങളെ ഉപദ്രവിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ. എന്നിട്ട് ആ വാക്ക് ഒന്നും കൂടെ ഉറപ്പിച്ച് പറയാം, ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. നമ്മളെ ഉപദ്രവിക്കുന്നവരെ ശപിക്കാനാണ് നമുക്ക് സ്വാഭാവികമായി ടെൻഡൻസി ഉള്ളത്. നമ്മൾ ഉള്ളിൽ നിന്ന് തള്ളൽ വരുന്നത് നമ്മളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കാനല്ല, നമ്മളെ ഉപദ്രവിക്കുന്നവരെ അവരെ ശപിക്കാനാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശപിക്കാതെ അനുഗ്രഹിപ്പീൻ. ഇനി പറഞ്ഞിരിക്കുന്നത് സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുകയും കരയുന്നവരോട് കൂടെ കരയുകയും ചെയ്യുകയും. സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കുക, കരയുന്നവരോട് കൂടെ കരയുക. അത് എളുപ്പമുള്ള കാര്യം. കരയുന്നവരോട് കരയാൻ നമുക്ക് എളുപ്പമായിരിക്കും, എന്നാൽ സന്തോഷിക്കുന്നവരോട് കൂടെ സന്തോഷിക്കാൻ അത്ര എളുപ്പമായിരിക്കത്തില്ല. അത് അങ്ങനെ സന്തോഷിക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് പുതുക്കപ്പെട്ടതും രൂപാന്തരപ്പെട്ടതുമാണെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കത്തുള്ളൂ. എന്നിട്ട് പറഞ്ഞിരിക്കുന്നു, തമ്മിൽ ഐക്യം ഉള്ളവരായി വലിപ്പം ഭാവിക്കാതെ എളിയവരോട് ചേർന്ന് കൊള്ളുകയും. നിങ്ങളെ തന്നെ ബുദ്ധിമാന്മാർ എന്ന് വിചാരിക്കരുത് എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് 17-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുൻപിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനം ആചരിപ്പീൻ. ഈ സമാധാനം ആചരിക്കുക എന്നുള്ളത് ദൈവത്തിന്റെ വചനത്തിലെ പ്രധാനപ്പെട്ട ഒരു കൽപ്പനയാണ്, തത്വമാണ്. സമാധാനം ആചരിക്കുക. നാം രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന്റെ ഒരു തെളിവും കൂടാണ് നാം സമാധാനമുള്ളവരായിരിക്കുന്നത്. നാം എല്ലാ സാഹചര്യത്തിലും ഇളകാത്തവരും സമാധാനം ഉള്ളവരും നാം ആയിരിക്കുന്നുവെങ്കിൽ അത് കാണിക്കുന്ന കാര്യം നമുക്ക് ദൈവവുമായിട്ട് നാം സമാധാനത്തിലായിരിക്കും എന്നുള്ളതാണ്.
യേശുക്രിസ്തു മുഖാന്തരം ദൈവത്താൽ അംഗീകരിക്കപ്പെട്ട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ദൈവമായിട്ട് സമാധാനത്തിൽ ആയിരിക്കുന്നു. അങ്ങനെ ദൈവമായിട്ട് സമാധാനത്തിൽ വന്നിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും മനുഷ്യരുമായിട്ടും സമാധാനത്തിൽ ആയിരിക്കാൻ കഴിയും. ദൈവത്തോട് സമാധാനമുണ്ട്, മനുഷ്യനോട് സമാധാനമില്ല എന്ന് പറയുമ്പോൾ എന്തോ ഒരു തകരാറുണ്ട്. ദൈവത്തോട് സമാധാനം ഉളവായിട്ടുള്ള എല്ലാ മനുഷ്യർക്കും മനുഷ്യരോടും സമാധാനമായിരിക്കാൻ കഴിയണം. എന്നിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് സകല മനുഷ്യരോടെയും, അത് വിശുദ്ധന്മാരുടെ കാര്യമല്ല, വിശ്വാസികളുടെയും കാര്യമല്ല, അവരില്ലാന്നല്ല, സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാലാവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കും. ഞാൻ 19ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, പ്രിയമുള്ളവരെ, നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. 20ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിന്റെ ശത്രുവിന് വിശക്കുന്നുവെങ്കിൽ അവന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നുവെങ്കിൽ കുടിപ്പാൻ കൊടുക്കുക. അങ്ങനെ ചെയ്താൽ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകം പഠിക്കുമ്പോൾ അവിടെ ഇത് ഒരു സംഭവം നമുക്ക് കാണാം. എലീശ ഇസ്രായേലിന് വിരോധമായി നിരന്തരമായി വരുന്ന അരാം സൈന്യം അങ്ങനെ അരാം സൈന്യം ഇസ്രായേലിന് എതിരായി യുദ്ധം ചെയ്യാൻ വന്നു. എന്നാൽ എലീശ പ്രാർത്ഥിച്ചു, അരാമ്യ സൈന്യം അന്ധരായി തീർന്നു, അവരുടെ കാണാൻ വയ്യ. ആ ഇസ്രായേലിൽ എല്ലാ ഈ പട്ടാളക്കാരെയും കൂടെ ഇസ്രായേലിന്റെ രാജാവിന്റെ മുമ്പിൽ കണ്ണു കാണത്തില്ലല്ലോ, ഇസ്രായേൽ രാജാവിന്റെ മുമ്പിൽ അവരെ കൂട്ടി എത്തിച്ചു. രാജാവ് അവരോട് പറയുന്നൊരു കാര്യം, രാജാവ് എലീശയോട് പറഞ്ഞ കാര്യം, യജമാനെ വെട്ടിക്കളയട്ടെ എന്ന് ചോദിച്ചു. എന്ന് വെച്ചാൽ ഇവരെ കൊന്നു കളയട്ടെ. എലീശ പറഞ്ഞത്, നിന്റെ വാളുകൊണ്ട് തന്നെ പിടിച്ചവരെ നീ കൊന്നു കളയരുത്. എന്നിട്ട് പറഞ്ഞത്, അവിടെ എഴുതിയിരിക്കുന്നത്, അവർക്ക് ഈ രാജാവ് ഒരു വലിയ വിരുന്ന് കഴിക്കുന്ന പോലെ അവർക്ക് ഭക്ഷണം കൊടുത്തു, വെള്ളം കൊടുത്തു, അവരെ സമാധാനത്തോടെ പറഞ്ഞയച്ചു. അതിന്റെ അടിയിൽ ഒരു വാക്യം എഴുതിയിട്ടുണ്ട്, പിന്നെ അരാം സൈന്യം ഇസ്രായേലിലേക്ക് വന്നിട്ടില്ല. അപ്പോ അവിടെ അവരെ കൊന്നുകളയുമായിരുന്നെങ്കിൽ കുറെ പട്ടാളക്കാരെ കൊല്ലാമായിരുന്നു. അങ്ങനെ കൊന്നുകളയുമായിരുന്നു അവർ പിന്നെ വന്നേനെ. പക്ഷെ അവിടെ സംഭവിച്ച കാര്യം, കൊന്നില്ല, ആരെയും കൊന്നില്ല. വേണമെങ്കിൽ കൊല്ലാമായിരുന്നു, ആരെയും കൊന്നില്ല. എന്ന് മാത്രമല്ല, അവർക്ക് ഇഷ്ടം പോലെ അവർക്ക് വിശപ്പിനുള്ള ഭക്ഷണവും ദാഹത്തിനുള്ള വെള്ളവും കൊടുത്ത് സമാധാനത്തോടെ അവരെ പറഞ്ഞയച്ചു. അതുകൊണ്ട് സംഭവിച്ച കാര്യം, പിന്നെ അരാം വലിയ തലവേദനയായിരുന്നു ഇസ്രായേലിൽ. പക്ഷെ ഇസ്രായേലിലേക്ക് അരാം സൈന്യം പിന്നെ വന്നിട്ടില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നു, നിന്റെ ശത്രുവിന് വിശക്കുന്നതിന് തിന്മാൻ കൊടുക്കുക, ദാഹിക്കുന്നതിന് കുടിക്കാൻ കൊടുക്കുക. അങ്ങനെ നീ ചെയ്താൽ നീ അവന്റെ മേൽ തീക്കനൽ കുന്നിക്കുകയാണ്. അപ്പൊ നമ്മൾ തീക്കനൽ കുന്നിക്കാൻ വേണ്ടിയല്ല നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അവൻ ഒന്നുകൂടെ നാശം സംഭവിച്ചോട്ടെ എന്ന വിചാരത്തിലായിരിക്കരുത്. അല്ലെങ്കിൽ തീക്കനൽ കുന്നിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമുള്ള കാര്യമായിരിക്കും, നമ്മുടെ ശത്രുവല്ലേ, അവൻ എങ്ങനെ നശിച്ചു പോട്ടെ. അങ്ങനല്ല. ഇതിന് ശത്രുവിന് നമ്മൾ യേശു ക്രിസ്തുവിന്റെ അതേ മനസ്സോടുകൂടെ, അതേ കമ്പാഷൻ, അതേ മനസ്സലിവോടുകൂടെ അവന് വിശക്കുന്നുണ്ട്. എൻ്റെ ശത്രുവാണ്, പക്ഷെ അവന് ഭയങ്കര വിശപ്പുണ്ട്. ആ വിശക്കുന്നതിന്, അവന് വിശപ്പ് മാറ്റാൻ ഞാൻ അവന് ഭക്ഷണം കൊടുക്കുവാണെങ്കിൽ, വല്ലാതായിക്കുന്നുണ്ട്, അവനും അവന്റെ കുഞ്ഞുങ്ങളും ദിവസങ്ങളായി പട്ടിണിയാണ്, ഒന്നും കഴിക്കാനില്ല. അങ്ങനെ ഇല്ലാത്ത ആ അവസ്ഥയിൽ നമ്മൾ അവർക്ക് കൊണ്ടുപോയി അവനും അവന്റെ കുഞ്ഞുങ്ങൾക്കും ഭാര്യയ്ക്കും ഒക്കെ വയറ് നിറയെ ഭക്ഷണം കൊടുക്കാനുള്ള സാഹചര്യം നമ്മൾ ഒരുക്കിയാൽ, ഇവിടെ പറഞ്ഞിരിക്കുന്നു, ഇവന്റെ മേൽ നമ്മൾ തീക്കനൽ കുന്നിക്കാണ്. നമ്മൾ തീക്കനൽ കുന്നിക്കാൻ വേണ്ടിയല്ല ചെയ്യുന്നത്, ദൈവത്തിന്റെ മനസ്സിൽ വിചാരിച്ച ചെയ്യുന്നത്. പക്ഷേ നമ്മുടെ ശത്രുവായിരിക്കുന്നത് കൊണ്ട് ദൈവം ചെയ്യുന്ന കാര്യമാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ ചെയ്താൽ നീ അവന്റെ മേൽ തീക്കനൽ കുന്നിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ 12ാം അധ്യായത്തിലെ ഞാൻ പറഞ്ഞില്ല 3ാമത്തെ വാക്യം മുതൽ നമ്മൾ ഈ ലോകത്ത് ഈ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് എല്ലാം പൗലോസ് അപ്പോസ്തലൻ എഴുതിയിരിക്കുന്നത്. അങ്ങനെ ചെയ്യണമെങ്കിൽ 12ാം അധ്യായത്തില് 1ാമത്തെ വാക്യം
നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി തീരണം. ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കാം. അങ്ങനെ സമർപ്പിക്കപ്പെട്ടവർക്ക് മാത്രമേ, അല്ലെങ്കിൽ അങ്ങനെ സമർപ്പിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് ഈ കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. പ്രിയ സഹോദരന്മാരെ, വരുന്ന നാളിൽ നമുക്ക് ഇതുവരെ അതിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാം ഒട്ടും ഭാരപ്പെടണ്ട. പിന്നെയും ദൈവം നമ്മുടെ മുമ്പിൽ സമയം നീട്ടി തന്നിരിക്കുന്നു. ആ ദൈവത്തിന്റെ ഈ സമയത്ത്, ഈ ദൈവം ദീർഘിപ്പിച്ച സമയത്തെ രക്ഷയെന്ന് വിചാരിച്ചുകൊണ്ട് പോയ നാളുകളിൽ കർത്താവെ എനിക്ക് കഴിഞ്ഞിട്ടില്ല, ഇനിയുള്ള നാളുകളിൽ എനിക്ക് അത് ചെയ്യണം എന്നുള്ള ആ ഒരു ദൃഢമായ താല്പര്യവും ഒരു ഉത്സാഹവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ ശരീരത്തെ ഒരു യാഗമായി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും വരുന്ന നാളുകളിൽ അത് ചെയ്യാൻ ദൈവം ഇടവരുത്തട്ടെ. എല്ലാവരെയും ദൈവം സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ ഇതിന്റെ അടുത്ത ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാൻ ദൈവം ഇടതരട്ടെ. എല്ലാവർക്കും സ്തോത്രം.